പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇന്ന് കടുത്ത കിടമത്സരമാണ്. സുന്നി, ജമാ, സമസ്ത, പിന്നീട് മുജാഹിദ്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ പല വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്ന് പരസ്പരം പാരവെച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനു വേണ്ടി മതം വളർത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 90% ആളുകളുടെയും പ്രശ്നം പച്ചരിയാണ്, തൊഴിലായി കൊണ്ടു നടക്കുന്നവർ. അവരാണ് ഈ കടുത്ത മത്സരത്തിന് മുമ്പിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ എന്തു പറയാനും മടിക്കാത്ത ആളുകളാണ് അവർ. നമ്മൾ പോലും അങ്ങനെ പറയാൻ ചിലപ്പോൾ മടിക്കും. ഞാനിതിപ്പോൾ പറയാൻ കാരണം, നമ്മുടെ മുത്തേടത്ത് കാസിമി റഹ്മത്തുള്ള, അദ്ദേഹം ഒരു ചെറിയ മതവട്ടനാണ്. അദ്ദേഹം മതത്തോട് പ്രതിപത്തിയുള്ള ആളുകൂടിയാണ്. ഒരു സ്ഥലത്ത് മാത്രം ചിന്തിക്കാതെ മാറി മാറി ചിന്തിച്ച് പല ത്വരീക്കത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം സൂഫിസത്തിൽ ചെന്നു ചേർന്നു എന്നാണ്. ഇതൊക്കെ പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം, മുത്തേടം റഹ്മത്തുള്ള കാസിമി ഈ അടുത്ത കാലത്തായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞു. ഈ മറ്റുള്ളവരും ചിലപ്പോൾ പുലമ്പുന്നതിൻ്റെ ഭാഗമായി നല്ലതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്, മക്കത്തും മദീനത്തും പോയിട്ട് യാതൊരു കാര്യവുമില്ല, അവിടെ വെറും കല്ലും മണ്ണുമാണ്. പലരും അവിടെ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, വേണമെങ്കിൽ മദീന മുത്തേടത്തേക്ക് വരട്ടെ എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ തങ്ങളുടെ മാർക്കറ്റ് ഏതു വിധേനയും ഉയർത്താൻ കച്ചുകെട്ടി പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ഇതങ്ങെടുത്തു. മുത്തേടത്തെ ശരിക്കും ക്രൂശിക്കാൻ തന്നെ തുടങ്ങി. അപ്പം തൽക്കാലം മുത്തേടത്തിനെ നമ്മൾ എടുക്കുക, തൃശ്ശൂർ എടുത്തതുപോലെ. കാരണം ഈ മുത്തേടം ഞാൻ അബ്ദുൽ അലി മാഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പാവം മനുഷ്യനാണ്, യഥാർത്ഥത്തിൽ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മതപ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുന്നു. അതിനേക്കാളും എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ട സ്വഭാവം, അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജനാധിപത്യ മതേതരത്വം പറയുന്നു എന്നുള്ളതാണ്. മുസ്ലിം അപ്പോളജിസ്റ്റുകൾ അതൊക്കെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവിയൊക്കെ ഒരുപാട് വിവാദ പ്രസ്താവനകളൊക്കെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് പോലും നിങ്ങൾ ഹിന്ദുക്കളുടെ ഭൂമി വാങ്ങിക്കരുത് എന്നെന്തോ പറഞ്ഞ ഒരു സംഗതി ഞാനൊരു ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ മുത്തേടം പറഞ്ഞൊരു കാര്യം, ജ്യൂസ്, നിങ്ങൾ ജ്യൂസ് കുടിക്കരുത്, അത് ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ്. അതൊക്കെ മതത്തിനകത്തുള്ള ഇങ്ങനെ കീറാമുട്ടി പ്രശ്നങ്ങളെ താലോലിച്ച് സ്വയം സജഷൻ മുഖാന്തരം ഉണ്ടാകുന്ന വിഡ്ഢിത്തരം എന്നതൊഴിച്ച് അദ്ദേഹം പൊതുവിലെടുക്കുന്ന ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തെ നമുക്ക് പ്രകീർത്തിക്കാനൊക്കാത്തത് കൊണ്ട് തൽക്കാലം മുത്തേടത്തിനെ നമുക്കൊന്ന് താങ്ങാം. ഈ താങ്ങൽ സ്ഥിരമല്ല എന്നുകൂടി പറയേണ്ടി വരും. കാരണം എപ്പോഴാണ് അദ്ദേഹം മാറ്റി പറയുന്നു എന്നറിയാൻ വയ്യ. ഇടയ്ക്ക് തന്നെ അദ്ദേഹം ചെറുതായിട്ടൊന്ന് ചാഞ്ചാടിയൊക്കെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പച്ചരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്താണ് ഈ മക്കയും മദീനയും തമ്മിലുള്ള അല്ലെങ്കിൽ അവയുടെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞതുപോലെ അത് വെറും കല്ലും മണ്ണുമാണ്. ഭൂമിയിലെ എല്ലാ സ്ഥലവും പോലെ അതും ഒരു സ്ഥലമാണ്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ഇൻസ്റ്റഗ്രാമിൽ 2 മിനിറ്റത്തെ വീഡിയോ കണ്ടു. അതായത് ഏതോ ഒരു ഭൂഖണ്ഡം ഇളകി മാറി, ആഫ്രിക്കയിൽ നിന്ന് ഒരു ഖണ്ഡം ഇളകി മാറി നമ്മുടെ ഇന്ത്യയുമായി വന്നിടിക്കാൻ പോകും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരത്തൊക്കെ ഇടി ഉണ്ടാകും. അങ്ങനെ കേരളത്തിൻ്റെ സഹ്യപർവ്വതമൊക്കെ ഹിമാലയ പർവ്വതത്തെക്കാളും പൊങ്ങിപ്പോകും എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഭൂമിയിൽ പ്രദേശമെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിനും പ്രത്യേകതയില്ല, കാലാവസ്ഥയുടെയും മറ്റും പ്രത്യേകതകൾ ഒഴിച്ചു കഴിഞ്ഞു. മക്കയ്ക്കും കഅബയ്ക്കും പ്രത്യേകതയുണ്ട് എന്നുള്ളത് തോന്നുന്നവൻ്റെ മനസ്സിൽ മാത്രമാണ് ഉള്ളത്. മദീനത്തെ പള്ളി നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ
ഞാൻ കേട്ട ഹദീസാണ്. നബി മെക്കയിൽ നിന്ന് ഒളിച്ചോടി മദീനയിലേക്ക് വന്നു. തുരത്തി എന്നൊക്കെ അതൊന്നും ശരിയല്ല കേട്ടോ, ആരും തുരത്തിയിട്ടൊന്നുമില്ല. അവസാനമായിട്ടാണ് നബിയും ഉമറും ഒക്കെ അബൂബക്കറൊക്കെ മദീനയിലേക്ക് വന്നത്. വളരെ രസാവഹമായി തന്നെ സഞ്ചരിച്ച് കൂഫയിൽ വന്ന് അവിടെ നിന്നാണ് പിന്നീട് ഇദ്ദേഹം മദീനത്ത് എത്തിച്ചത്. മദീനയിലെത്തിയപ്പോൾ സഹാബാക്കൾ കൂടി പള്ളി നിർമ്മിക്കണം നിസ്കരിക്കാൻ വേണ്ടി. നബി തന്നെ മുൻകൈ എടുത്ത് നബി തന്നെ മേസ്ത്രി ആയിക്കൊണ്ടാണ് മദീനത്തെ പള്ളി നിർമ്മിച്ചത്. അവിടെ കിട്ടാവുന്ന കല്ല്, മണ്ണ്, പനയോല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചത്. പറയപ്പെടുന്ന കഥ, അതിനകത്തെ രസാവഹമായ ഭാഗം, പള്ളി നിർമ്മിച്ചതിന് ശേഷം നിസ്കാരവേളയിൽ മഴ പെയ്യുമെങ്കിൽ നബി സുജൂദിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചെളി പുരളുമായിരുന്നു എന്നാണ്. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ കാസിമി പറഞ്ഞത് അത് വെറും കേവലം മണ്ണും കല്ലും മാത്രം. ഇനി നമുക്ക് കഅബയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കഅബ നിർമ്മിച്ചത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ സന്തതി, അറുക്കാൻ കൊണ്ടുപോയ സന്തതി ഇസ്മയിലുമായി നിർമ്മിച്ചു എന്നാണ് വെയ്പ്പ്. ഇതൊക്കെ അറേബ്യയിൽ നബിയുടെ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന കഥയെന്നല്ലാതെ അതിനൊന്നും യാതൊരു വലിയ ആർക്കിയോളജിക്കൽ തെളിവുമില്ല. ഇനി 5000 വർഷം മുമ്പത്തെ ഒരു കെട്ടിടം, മദീനത്തെ കെട്ടിടത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ഒരു 5000 വർഷം മുമ്പത്തെ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ 5000 വർഷത്തെ കാലയളവിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ മറ്റുമൊക്കെ ഇതെങ്ങനെ ഉൾക്കൊണ്ടു? കഅബ തന്നെ പല പ്രാവശ്യം കൊള്ളയടിക്കപ്പെട്ടു, പല പ്രാവശ്യം തകർത്തു തരിപ്പണമാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയല്ല എന്നും അത് നിർമ്മിച്ചത് ഇബ്രാഹിം ഇസ്മായിൽ ചേർന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം അള്ളാഹു ചൂണ്ടിക്കാണിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാം. യാഥാർത്ഥ്യവുമായി യാതൊരു രീതിയിലും ഒത്തുപോകുന്നതല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാനൊക്കില്ല. മക്കത്തും മദീനത്തും പോയാൽ എന്നാണ് കാസിമി പറഞ്ഞത്. ഈ പോയാൽ എന്നുള്ളതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോഴ് 45,000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി ഫ്ലൈറ്റിൽ കയറി ഉറങ്ങിപ്പോകാം, ആദ്യം യാത്ര ചെയ്യാത്തവർക്ക്. ഞാൻ ആദ്യമൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ഡൽഹിയിലേക്ക് വിമാനം കയറിയപ്പോൾ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്താൽ മതിയെന്നായി പേടി. ഇപ്പം ഞാൻ മുംബൈയിലേക്ക് 1-2 മാസം കൂടുമ്പോൾ സ്ഥിരമായി പോവുകയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് 8:45 ഫ്ലൈറ്റിലാണ് പോകുന്നത്. 8:45 ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും. പിന്നെ മുംബൈയിൽ എത്തിയിട്ടാണ് ഞാൻ എണീക്കുന്നത്. അതുപോലെ സുഖമായി ഉറങ്ങിപ്പോകാൻ പറ്റിയ ഒരു യാത്രാ സംവിധാനമാണ് ഇത്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഹജ്ജാജിമാർ എങ്ങനെയാണ് മക്കയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? കാൽനടയായും തേഞ്ഞൊട്ടിയ ഒട്ടകത്തിൻ പുറത്ത്. നോക്കൂ, അത് അള്ളാഹുവിനറിയാവുന്ന 2 മാർഗം അതേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് പോകണമെങ്കിൽ ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സ്പീഡ് കുറഞ്ഞ കപ്പലിൽ ചിലപ്പോൾ യാത്രാ സമയം 6 മാസം വരെ വേണ്ടി വരും. എൻ്റെ ഉമ്മയുടെ സഹോദരി അന്ന് എൻ്റെ നാട്ടിലെ ധനാഢ്യയാണ്. അവർ മെക്കയിൽ പോയ കാര്യം പറയും. 3 മാസമാണ് അവർ കപ്പലിൽ ചിലവാക്കിയത്. ഏകദേശം ഒരു 10-70-80 വർഷമെങ്കിലും വരും. 3 മാസം അവർ പറഞ്ഞു. അങ്ങോട്ട് പോകാൻ 3 മാസം, ഇങ്ങോട്ട് വരാൻ 3 മാസം. 6 മാസം കപ്പലിൽ യാത്ര ചെയ്താണ് അവർ പോയെങ്കിൽ ഇപ്പോൾ എന്ത് സുഖമാണ്. ഇപ്പം നമ്മൾ നോക്കൂ, കഅബയുടെ നിർമ്മാണം, മദീനത്ത് പള്ളിയുടെ നിർമ്മാണം, യാത്ര. അള്ളാഹു തന്നെ പറയുന്നത് കാൽനടയായും തേഞ്ഞൊട്ടിയ ഒട്ടകത്തിൻ പുറത്ത് അവർ വരും എന്നാണ്. കാലാനുസൃതമായ മാറ്റം മനുഷ്യൻ്റെ മസ്തിഷ്കം വരുത്തിത്തീർത്തപ്പോൾ പോകാൻ എത്ര പേര്, പോകാൻ പറ്റാത്തവർ ഇപ്പം തെണ്ടിയെങ്കിലും പോകുന്നു എന്നുള്ള കാര്യം. ഇപ്പം
പഴനിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സ്വാമിമാർ ഞാൻ പഴനിയിലേക്ക് പോകുന്നു മൃഗാ കാശുത എന്ന് പറഞ്ഞു വരുന്നത് പോലെ രഹസ്യമായി പിരിവ് നടത്തി ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഹജ്ജിന് പോയി. അപ്പം ഞാൻ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു. കാര്യം അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ സ്നേഹബുദ്ധിയ അത് ശരിയല്ല എന്നതിൻ്റെ പേരിൽ വിമർശിക്കും. പക്ഷേ പോകേണ്ടവരെ പോകണ്ട എന്ന് പറയാൻ നമ്മൾ ആളല്ല. ഇപ്പം കാശ്മീർ പറയുന്നത് പോകണ്ട എന്നാണ്. അതാണ് മറ്റുള്ള എല്ലാ ഉസ്താദന്മാരും ഇദ്ദേഹത്തെ സടകുടഞ്ഞെണീറ്റ് അത്യുഗ്രമായി ആക്രമിക്കുക. നമ്മൾ അതിന് തയ്യാറല്ല. ആരൊക്കെയാണ്? സിംസാറിൽ ഹക്ക് ഹുദവി. ഇദ്ദേഹത്തെ പോലെ സുന്നി വിഭാഗത്തിൽ സമസ്തയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയുമോ? ഈ സിംസാറിൽ ഹക്ക് ഹുദവിക്ക് വട്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്, ഭ്രാന്തായി എന്നാണ് അദ്ദേഹം. അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം തവണ ആവർത്തിച്ച് പറഞ്ഞു. അതുപോലെ നമ്മുടെ മറ്റു 2 ഉസ്താദന്മാർ, പ്രഗത്ഭരായ ആളുകൾ, ഒട്ടുമിക്ക ആളുകളൊക്കെ, റഫീഖ് സലഫി, ഹാരിസ് മദനി തുടങ്ങിയ എല്ലാ ആളുകളും വീഡിയോയിൽ കൂടി അദ്ദേഹത്തെ പറയേണ്ട പുലഭ്യമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വട്ടൻ എന്ന് വരെ വിളിച്ച്, സമുദായ ദ്രോഹി എന്ന് വിളിച്ച് ഒക്കെ. കാരണം ഇവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനെതിരെ, ഇവർ മഹത്വം കൽപ്പിക്കുന്ന ഒന്നിനെതിരെ അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു. തോന്നിയത് പറയേണ്ട സ്ഥലമല്ല മതം. ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പോ ഏതോ ഒരു പടുവിഡ്ഢി എഴുതി വെച്ച കഥകളിൽ അഭിരമിച്ചുകൊണ്ട്, ഇപ്പം ഹിമാലയത്തിൽ പോയി തപസ്സിരുന്നാൽ അറിവ് കിട്ടുമെന്ന് പറയുന്ന വിഡ്ഢികളുടെ നാടാണ് നമ്മുടെ നാട്. അതുപോലെ 1000-1200 വർഷങ്ങൾക്ക് മുമ്പത്തെ ഉസ്താദന്മാർ എഴുതി വെച്ച കിതാബുകൾ പറയുന്ന ഹദീസൊക്കെ പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ എന്തോ വലിയ കാര്യമെന്ന് വിചാരിക്കുന്നവരുടെ വിഡ്ഢിത്തം ആ പടുവിഡ്ഢിത്തത്തിൽ നിന്ന് വീണ് കിട്ടിയതാണെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ വെറുതെ വിടും എന്ന് നിങ്ങൾ കരുതണ്ട. നമ്മളെ വെറുതെ വിടും. കാര്യം നമ്മൾ വെറുതെ വിട്ടില്ലെങ്കിൽ അവരെ വെറുതെ വിടില്ല. അതുകൊണ്ട് നമ്മളെ വെറുതെ വിടുമെങ്കിൽ പിന്നെ കഅബയിലെ മറ്റൊരു പ്രത്യേകത പറയാതിരിക്കാനാവില്ല. മെക്കയിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. അതായത് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു വീണ ആൾക്ക് ഒരു സ്ഥലത്ത് പ്രവേശനമില്ലെങ്കിൽ ആ സ്ഥലമാണ് ഭൂമിയിലെ ഏറ്റവും മോശമായ സ്ഥലം. സഹജാവബോധമില്ലാത്ത, മനുഷ്യ സ്നേഹമില്ലാത്ത, അന്യനെ മോശമായി കണക്കാക്കുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് മഹത്വമുള്ളതായി തീരുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ നിയന്ത്രണങ്ങൾ മനുഷ്യർക്കെതിരെ ആവരുത്. അത് മതത്തിൻ്റെ പേരിൽ, സെക്യൂരിറ്റിയുടെ പേരിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അതിനകത്തിരിക്കുന്ന വിദ്വാന് ആയുസ്സിന് ആപത്ത് വരുമെന്നതിൻ്റെ പേരിൽ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അത്രത്തോളം തെമ്മാടിത്തരം കാണിച്ചിട്ടാണ് അതിനകത്ത് കയറി ചടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ, ഇപ്പം കങ്കണ റാവത്തിനെ കിട്ടിയില്ല തല്ലി, ആ തല്ലിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. തല്ലാൻ ഭാഗത്തിൽ വർത്തമാനം പറഞ്ഞാൽ ഏതെങ്കിലും വികാരജീവി തല്ലിയെന്ന് വരും. അത് ശരിയല്ല എന്ന് കൂടി അതിനോട് ചേർത്ത് നമ്മൾ പറയാം. അതുകൊണ്ട് മക്കത്ത് മനുഷ്യർക്ക് പ്രവേശനമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും മോശമായ സ്ഥലമായി ഞാൻ അതിനെ കാണും. കാരണം ഒരാൾക്ക് പ്രവേശന നിഷിദ്ധമായ കാരണം അയാളുടെ സമ്മതമില്ലാതെ, അയാളുടെ അറിവില്ലാതെ അയാൾ ജനിച്ച മതമാകുമ്പോൾ ഏറ്റവും വൃത്തികെട്ട സ്ഥലമെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അത് ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയാൻ ഇവർക്ക് അവിടെ പ്രവേശനം കിട്ടും. അതുകൊണ്ടാണ് കാശ്മീർ പറയുന്നത്, മക്കത്തോടോ മദീനത്തോടോ എനിക്ക് പ്രതിപത്തിയില്ല, എൻ്റെ പ്രതിപത്തി നേരിലൂടാണ്. ഈ നേര് എന്തെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ആ നേര് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു നേരാണെങ്കിൽ ഞാൻ ആരും നേരിനോടൊപ്പം. അതുകൊണ്ട് റഹ്മത്തുള്ള കാസിമി പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മദീനത്ത് പോയി മരിക്കാൻ ആഗ്രഹിക്കണമെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം വിഷ്ടത്തിൻ്റെ 2-3 അണ്ണന്മാർ ചേർന്ന് ഒരു വീഡിയോ പടച്ചങ്ങ് വിട്ടു. അത് ഞാൻ പൂർണ്ണമായി കണ്ടു. അത് കട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു മടി കാരണം ഞാൻ അത് കാണിക്കുന്നതേ ഉള്ളൂ.
അവർ പറഞ്ഞതും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത്. ആ അണ്ണന്മാരുടെ വർത്തമാനം കേട്ടാൽ ആ അണ്ണന്മാർ വിശ്വസിക്കുന്നതൊക്കെ പമ്പര വിഡ്ഢിത്തങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 1200 വർഷം മുമ്പത്തെ പടുവിഡ്ഢി എഴുതിയ കഥകളെ അപ്പടിക്ക് അരച്ചു കുടിച്ച് തൂറിയിട്ടാണ് ഈ വിദ്വാൻമാർ വന്നിരുന്ന് കാസിമിയെ കുറ്റം പറയുന്നത്. ഒരു 200-300 വർഷം കഴിഞ്ഞ് അന്ന് മതം നിലനിൽക്കുമെങ്കിൽ ഭയങ്കര സംശയമുള്ള കാര്യമാണത് കേട്ടോ. നിലനിൽക്കില്ലെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു കിതാബ് എഴുതിയാൽ ആ കിതാബും ഇതുപോലത്തെ അണ്ണന്മാർ കൂടിയിരുന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് പടുവിഡിത്തം മനുഷ്യർ കണ്ടാൽ, വിവേകമുള്ള മനുഷ്യർ കണ്ടാൽ ചിരിച്ചു തള്ളുന്ന മതമെന്ന മലിനം തലയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ അതൊക്കെ കേൾക്കാൻ പോലും കൊള്ളാത്ത വസ്തുക്കളാണ്. ഞാനത് കേട്ടു, 4-5 പ്രാവശ്യം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മക്കത്തും മദീനത്തും പോയി മരിക്കണമെന്ന് ഒരു മുസ്ലിം ആഗ്രഹിക്കണമെന്നാണ് ഈ വിശ്വത്തിൻ്റെ അണ്ണന്മാർ പറഞ്ഞത്. തൊപ്പിയും താടിയും ഒക്കെ വെച്ചിട്ട് മക്കത്ത് പോയി മരിക്കുക, സ്വർഗം കിട്ടും, പുണ്യം കിട്ടും, പല മടങ്ങ് കിട്ടും, ലക്ഷം കിട്ടും എന്തൊക്കെയാണ്. മനുഷ്യൻ മരിക്കേണ്ടത് എവിടെയാണ്? ഒന്നുകിൽ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ ആശുപത്രി. ആശുപത്രിയിൽ പോയിട്ട് എല്ലാ സംവിധാനങ്ങളും തകരാറിലാണ്, മരിച്ചു പോകുന്നത് കണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് സുഖമായി ഇഞ്ചക്ഷനൊക്കെ കുത്തിവെക്കാതെ ICUയിൽ കയറ്റി ആശുപത്രിക്കാർക്ക് പൈസ കൊടുക്കാതെ മരിക്കാൻ അനുവദിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. പലതും കേടായി പോയി, ഇനി ഓടില്ല. നമ്മുടെ ക്രോമസോമിലെ ആ സാധനം, തേഞ്ഞു പോകുന്ന സാധനം ഉണ്ടല്ലോ, ഏജിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാധനം, ആൻറ്റി ഏജിങ് ഏജൻറ്റ്. അവനങ്ങ് തേഞ്ഞു പോയി കഴിഞ്ഞാൽ പലതും തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ അവിടെ കൊണ്ടിട്ട് കുത്തിവെച്ച് ICUയിലേക്ക് കയറ്റി സ്വകാര്യ ആശുപത്രിക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ശരീരം വിട്ടുകൊടുക്കാൻ പാടില്ല. അത് വീട്ടിൽ കൊണ്ടുവന്ന് മാന്യമായി സന്തോഷത്തോടു കൂടി മരിക്കാൻ, വേദനരഹിതമായി പാലിയേറ്റീവ് ചികിത്സയിലൂടെ മരിക്കാൻ ഇങ്ങനെയുള്ള മനുഷ്യൻ മക്കത്തു മദീനത്തു പോയി മരിക്കണം എന്ന് പറയുന്നവൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നോക്കൂ. അവിടെ എന്ത് ചുണ്ണാമ്പാണുള്ളത്? അവിടെ എന്ത് ചക്കയാണ്? മക്കത്തി എന്ത് ചക്കയാണുള്ളത്? മരിക്കാനായിട്ട് പോലും അല്ലാത്തപ്പോൾ തന്നെ പോകണം. 5ാമത്തെ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു രസം അറിയോ? ഖുർആനിൽ 22ാമത്തെ അധ്യായമാണ് സൂറത്തിൽ ഹജ്ജ്. അതിൽ അവസാന ഭാഗത്ത് അള്ളാഹു നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഹജ്ജിനെ കുറിച്ച് പറയുന്നില്ല. ഹജ്ജ് എന്ന അധ്യായത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കഅബയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വഴിയെ നിങ്ങൾക്കത് കാണാനായിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ കാസിമി പറയുന്നത്, എനിക്ക് മക്കത്ത് പോയി മരിക്കണം, ചുണയുള്ള മനുഷ്യൻ, എനിക്ക് മുത്തേടത്ത് കിടന്ന് മരിക്കണം, മുത്തേടത്തെ വീട്ടിൽ കിടന്ന് മരിക്കണം. വീട് ഞാൻ ചേർത്താണ് കേട്ടോ. മദീനത്ത് പോയി മരിക്കാനായിട്ട് എന്താ കാരണം? ഈ വിശുദ്ധത്തിലെ അണ്ണന്മാർ പറഞ്ഞത് നബി അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഖുലഫാഉർ റാഷിദീൻ ആരൊക്കെയാണ്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഖുലഫാഉർ റാഷിദീൻ. ഇവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് മരിച്ച ആളുകൾ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അലി കൂഫയിൽ കിടന്നാണ് മരിച്ചത്. കിടന്ന് മരിക്കുകയൊന്നുമല്ല, വെട്ടിക്കൊല്ലുകയായിരുന്നു. ഈ അബൂബക്കർ ഒഴിച്ച് ബാക്കി എല്ലാ പേരും മുസ്ലിങ്ങൾ തന്നെ. കൂടെ നിന്നവമ്മൻ കത്തിയെടുത്തോ വാളെടുത്തോ വെട്ടി. അതിൽ നമ്മുടെ ഉസ്മാൻ്റെ കാര്യമാണ് വളരെ സങ്കടകരം. നല്ല വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ധനം മുഴുക്കെ അദ്ദേഹം മതത്തിനു വേണ്ടി ചിലവാക്കി എന്നാണ് ഇവന്മാർ പറയുന്നത്, ഈ അണ്ണന്മാർ പറയുന്നത്. കൂടെ നിന്നവന്മാരൊക്കെ വാളെടുത്ത് ആഞ്ഞു വെട്ടി കണ്ടം തുണ്ടമാക്കി കളഞ്ഞു. പാപാവത്തിന് 87 വയസ്സെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വയസ്സിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം. ഇതിന് ഈ വിഷ്ഡം അണ്ണന്മാർ പറയുന്ന ഒരു കഥ. ഉമർ അള്ളാഹുവിനോട് 2 കാര്യം പ്രാർത്ഥിച്ചു. ഒന്ന്, എനിക്ക് ഷഹീദാവണം. എന്തായി ഷഹീദ്? യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെട്ടേറ്റ് മരിക്കണം. ആഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുക, മാനവ സ്നേഹത്തോട് കൂടിയിട്ടുള്ള എത്ര മഹത്വമായ ഒരു പ്രാർത്ഥനയാണ് നോക്കൂ, ആഗ്രഹം നോക്കൂ നിങ്ങൾ. അതായി ഞാൻ വെട്ടേറ്റ് മരിക്കണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ പോയി മരിക്കണം. യുദ്ധം വേണ്ട എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഈ വിശുദ്ധ അന്മണ്ണന്മാർ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നല്ല അന്തരീക്ഷത്തിൽ ഒരുപാട് ബുക്കൊക്കെ പറയുക, കോടിക്കണക്കിന് രൂപയുടെ ബുക്ക് പറയുക. എൻ്റെ ചുറ്റുപാടും കണ്ടോ? വെറുതെ മതം നല്ല കർവ പശവാണ്.
തേനും പാലും ഒഴുക്കുന്ന കറവ പശുവാണ് മദൻ. തടിച്ചു കൊടുത്ത ശരീരവും എ സി മുറിയിൽ ഇരുന്നു കൊണ്ട്, എൻ്റെ മുകളിൽ ഫാൻ ഓടുകയാണ് കേട്ടോ, എ സി മുറിയൊന്നുമല്ല, എ സി മുറിയൊക്കെ ഉണ്ട് എങ്കിലും ഈ അണ്ണന്മാരൊക്കെ നല്ല സുഖത്തിൽ വാഴുകയാണ്. ഏറ്റവും മുന്തിയ കാറ്, ഏറ്റവും മുന്തിയ സൗകര്യങ്ങൾ, എവിടെ ചെന്നാലും ബിരിയാണി, എല്ലാ സൗകര്യങ്ങളും. ഇപ്പം കബീർ ബക്കഫി അദ്ദേഹം മദ്യത്തിൻ്റെ പേര് പറയുമ്പോൾ ഒരുപാട് പേരിങ്ങനെ അടുക്കി പറയുകയാണ്. എനിക്ക് സംശയം ഇദ്ദേഹം മദ്യപിക്കുമെന്നാണ്. കാര്യം ഇത്രത്തോളം പേര് ഓർമ്മിക്കാൻ മദ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത്രയും ജീവിത സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് അവർ. അപ്പം അവർ പറഞ്ഞത് ഉമറിൻ്റെ ആഗ്രഹം ഒന്ന്, കുത്തേറ്റ് മരിക്കണം. പള്ളിയിൽ നിസ്കരിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും മുസ്ലിമായ ഒരുത്തൻ കത്തിയെടുത്ത് പള്ളിയിൽ ഒറ്റ കയറ്റം ദാഹടകം. അതാണ് ഒന്നാമത്തെ ആഗ്രഹം, അള്ളാഹു നിറവേറ്റിക്കൊടുക്കും. രണ്ടാമത്തെ ആഗ്രഹം മദീനയിൽ മുഹമ്മദിൻ്റെ പള്ളിയിൽ തന്നെ മരിക്കണം. അങ്ങനെ അവിടെ തന്നെ അദ്ദേഹം മരിച്ചു എങ്കിൽ ഓരോ മുസൽമാനും മദീനത്ത് പോയി തന്നെ മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മരണം? നമ്മുടെ മസ്തിഷ്കത്തിൽ ഓക്സിജൻ നിലച്ചു പോയാൽ മരണം സംഭവിക്കുമെങ്കിൽ ഇതിൽ മദീനത്ത് പോയിട്ട് എന്ത് കാര്യം? എവിടെ പോയാലും മരിക്കും. മരിക്കുന്നത് സൗകര്യമുള്ള സ്ഥലത്ത് മതി. മക്ക എന്ന ആ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, ഇത് അബദ്ധ ജടില ധാരണകളുടെ മഹാപ്രവാഹമാകുമ്പോൾ ഇതുപോലത്തെ അഴുക്കുകളൊക്കെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. അതിലപ്പുറം ഡെക്കറേഷൻ ഇതൊന്നും വേണ്ട. അപ്പം ഈ വിസ്ഡം അണ്ണത്തിലെ അണ്ണന്മാരിലെ മൂത്ത അണ്ണൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ആ വിഭാഗത്തിലേക്ക് കൊണ്ട് ചേർക്കുകയാണ്. ഞാൻ വഴിയെ പറയാം. ഇദ്ദേഹത്തിൻ്റെ ഒരു ത്വരീക്കത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ടെന്നും ആ ത്വരീക്കത്തിൻ്റെ ആളാണ് ഇദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ത്വരീക്കത്തിന് പല പ്രത്യേകതകളുണ്ട്. അവർക്ക് ഒരു സൂറത്ത് ഫാത്തിഹ്, ഖുർആനിൽ സൂറത്തിൽ ഫാത്തിഹ ഉണ്ട്, ഇത് ആണ് ഫാത്തിഹ. ഈ ഫാത്തിഹ ഇറക്കിക്കൊടുത്തത്, ഈ ത്വരീക്കത്തിൻ്റെ നേതാവ് പറഞ്ഞത് അള്ളാഹു ഇറക്കിക്കൊടുത്തതെന്നാണ്. അതിനെ ഈ അണ്ണന്മാർ, വിസ്ഡം അണ്ണന്മാർ അങ്ങേയറ്റം കളിയാക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹുവിന് ഫാത്തിഹ ഇറക്കി കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന് ഫാത്തിഹ ഇറക്കാൻ പാടില്ല? അത് ഇതും ഇറക്കലാണ്, തള്ളലാണ്. അവർക്ക് തള്ളാമെങ്കിൽ എനിക്ക് തള്ളിക്കൂടെന്നാണ് ഈ ത്വരീക്കത്തിൻ്റെ ആൾ ചോദിക്കുന്നത്. അതെങ്ങനെ തെറ്റാവും? ഈ വിസ്ഡം അണ്ണന്മാരോടുള്ള എൻ്റെ സഹതാപം തോന്നുന്ന അവിടെയാണ്. അള്ളാഹുവിന് ഫാത്തിഹ ഇറക്കി കൊടുക്കാൻ സാധിക്കും. ഒരുത്തൻ വന്ന് പറയുകയാണ്, ഞാൻ ഫാത്തിഹ ഇറക്കി. അള്ളാഹു നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് അണ്ണന്മാർ ഞങ്ങൾ നബി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും. അനുകരണം അങ്ങനെയാണല്ലോ. ഏതാണോ മാർക്കറ്റിൽ വിൽക്കുന്നത് അത് കൊണ്ടുകിടക്കും ആളുകൾ. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം താൻ നബി, അന്ത്യപ്രവാചകൻ താനാണെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ പറയും. ഈ പറയുന്നവരെ, ഈ രണ്ടു കാലിൽ മന്തുള്ളവനെ കളിയാക്കാതിരിക്കാൻ മാന്യമായി നമ്മൾ മിനിമം ആഗ്രഹിച്ചു പോകും. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ത്വരീക്കത്തിൻ്റെ നേതാവ് പറഞ്ഞത് നബി തന്നോട് വന്ന് നേരിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ കാസിമി പണ്ട് ജിന്നിനോട് സംസാരിച്ചിട്ടുണ്ട്. നബിയെ സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒറ്റത്തവണ ഓതിയാൽ 6 പ്രാവശ്യത്തെ ഗുണം കിട്ടുമെന്നാണ് ആ ത്വരീക്കത്തിൻ്റെ നേതാവ് പറഞ്ഞതായി വിസ്ഡം അണ്ണൻ പറയുന്നത്. ഈ 6 ഗുണം എന്തൊക്കെ എവിടെ നിന്നാണ്? ഇവർ തന്നെ ഇവരുടെ വീഡിയോയിൽ പിന്നീട് 1,00,000 മടങ്ങ് ഗുണം കിട്ടുമെന്നൊക്കെ പറയുന്നു. എങ്ങനെ? മദീനത്തും മക്കത്തും പോയി 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്നതിന് ഗുണം കിട്ടുമെന്ന് പറയുന്ന അണ്ണന്മാർ, ത്വരീക്കത്തിൻ്റെ നേതാവ് ഫാത്തിഹ ഓതിയാൽ 6 പ്രാവശ്യത്തെ ഗുണങ്ങൾ കിട്ടുമെന്ന് പറയുന്നതിനെ എന്താണ്? ഈ ഉളംപാറയിലുള്ള രോഗികൾ, അനുതാപം സഹതാപം അർഹിക്കുന്ന രോഗികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് പോലെയാണ്. പിന്നെ ഈ അണ്ണൻ, ഈ വിസ്ഡത്തിൻ്റെ അണ്ണൻ മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞു. സമസ്ത ഈ മുത്തേടൻ കാസിമിയെ തള്ളി പറഞ്ഞില്ല, ഈ ത്വരീക്കത്തിനെ തള്ളി പറഞ്ഞില്ല.
ത്വരീക്കത്തിനെ തള്ളിപ്പറഞ്ഞാൽ എല്ലാം തള്ളേണ്ടി വരും. ഇപ്പം ഫാത്തിഹിനെ തള്ളിയാൽ ഫാത്തിഹ തള്ളേണ്ടി വരും. അങ്ങനെ ഓരോ കാര്യവും തള്ളി 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 അവസാനം ഈ തള്ളൊക്കെ നിർത്തി തള്ളാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുമെന്നുള്ളതാണ് സമസ്തയുടെ ഗതികേടെന്നാണ് ഈ അണ്ണൻ പറയുന്നത്. ഈ അണ്ണനും അതേ ഗതികേടുണ്ട് എന്നുള്ള കാര്യം അണ്ണൻ മറന്നു പോകുന്നു. ഇനി പിന്നെ ഈ നമ്മുടെ കാസിമിയെ ഷിയ വിഭാഗത്തിൽ കൊണ്ട് ചേർക്കാൻ കാരണം ഷിയ സുന്നി തർക്കം നിസാരമല്ല കേട്ടോ. അതായത് കുടിപ്പകയുടെ അങ്ങേയറ്റമാണ് ഇവർ തമ്മിൽ. വിശ്വാസം മൂത്ത ഷിയ സുന്നികൾ കണ്ടാൽ തമ്മിൽ കത്തി ഉണ്ടെങ്കിൽ കുത്തി കൊന്നാൽ പോലും പക തീരാത്ത രീതിയിൽ ഓരോ പ്രസ്താവനകൾ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ആയിഷയെക്കുറിച്ചുള്ള ഒരു ഷിയ നേതാവിൻ്റെ പ്രസംഗം കേട്ടു യൂട്യൂബിൽ. സഹിക്കില്ല, നമുക്ക് പോലും സങ്കടം. ഒരു ചരിത്ര വനിത, തെറ്റും ശരിയും ഒരുപാടുണ്ട്. അവരുടെ ഭാഗത്തിന് തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം അവർ നബി 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചത് അവരെ കുറ്റമല്ലല്ലോ. വാപ്പയോട് ചോദിച്ചു, നബി ഞാൻ കെട്ടിക്കോട്ടെ, അത് പ്രായമായില്ല മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടി. അതൊന്നും ആയിഷയുടെ കുഴപ്പമില്ല. ആ ആയിഷയെക്കുറിച്ച് ഈ അലിയുടെ വിഭാഗക്കാരും ഷിയാക്കാരും പറയുന്നത് വളരെ മോശമായിട്ടാണ്. ചുരുക്കത്തിൽ ഈ അലി തന്നെ ആയിഷയുടെ വിവാദമുണ്ടായപ്പോൾ, ആയിഷ മറ്റൊരു പുരുഷനുമായി ഒരു രാത്രി കഴിഞ്ഞു എന്നൊരു സംശയം നബിക്ക് പോലും ഉണ്ടായപ്പോൾ അലി നബിയോട് പറഞ്ഞത്, നിങ്ങൾക്ക് വരെ പെണ്ണ് കിട്ടുമല്ലോ, ഇഷ്ടം പോലെ പെണ്ണുണ്ടല്ലോ, അതിലൊന്നിനെ ഉപേക്ഷിച്ചാൽ എന്താ കുഴപ്പം. പക്ഷേ ആയിഷയുടെ സൗന്ദര്യത്തിൽ നബി അങ്ങേയറ്റം വശീകരിക്കപ്പെട്ടത് പോയതുണ്ട്. ഒരു മാസം മൗനവ്രതത്തിന് ശേഷം അള്ളാഹു നേരിട്ട് സർട്ടിഫിക്കറ്റ് ഇറക്കി കൊടുത്തപ്പോൾ ഫാത്തിഹ ഇറക്കിയതുപോലെ ഇതും ഇറക്കി കൊടുത്തു, സംശയിക്കരുതേ അവളെ. എങ്ങനെയുണ്ട് അള്ളാന്റെ ജോലി? എന്താണ് ഇതൊക്കെ എന്ത് പറയാനായിട്ട്? അതുകൊണ്ട് ത്വരീഖത്തിനെ തള്ളിയാൽ അങ്ങനെ നബി. അതുകൊണ്ട് ഈ സുന്നികൾക്ക് നമ്മുടെ കാസിമിയോട് വിരോധം വരണമെങ്കിൽ അദ്ദേഹത്തെ നേരെ പിടിച്ച് ഷിയാക്കിയ. പിന്നെ മതബോധമുള്ള എല്ലാ സുന്നികൾക്കും അദ്ദേഹത്തോട് ഒടുങ്ങാത്ത പകയായിരിക്കും. കാരണം അങ്ങനെയാണ് ആയിഷയെക്കുറിച്ചും അബൂബക്കറിനെ കുറിച്ചൊക്കെ ഈ അലി ഷിയാക്കാർ അവർ വിശ്വസിക്കുന്നത്. അലി എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു നിശ്ചിത കാൻഡിഡേറ്റാണ്. നമ്മുടെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ്റെ പേര് വന്നപ്പോൾ കരുണാകരൻ എണീറ്റ് മൂത്രശങ്ക ഉണ്ടായിപ്പോയെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെയാണ് അലി നബിയുടെ ശവസംസ്കാരത്തിന് വേണ്ടി, ഇല്ല, മയ്യത്തടക്കാൻ വേണ്ടി, അവനൊന്നും പറയരുത് കേട്ടോ, മയ്യത്തടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വ്യാപൃതനായപ്പോൾ ഇദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ഗൂഢനീക്കത്തിലൂടെ 3 ദിവസത്തിനകം മയ്യത്ത് ഇവിടെ കിടന്നു. അദ്ദേഹത്തെ മാറ്റിയതിൻ്റെ പ്രതികാരം ഇവർ ഇന്നും തീർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മക്കത്തും മദീനത്തും പോയാൽ യാതൊരു ഗുണവുമില്ല എന്ന് പ്രസംഗിച്ച ഖാസിമിയെ അങ്ങനെ ഷിയ ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശുഭം. ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഔട്ട്. അത്രയും ആളുകൾ ഞങ്ങളെ കാണാനും കേൾക്കാനും വരും. ഞങ്ങളുടെ ബിരിയാണിയിൽ ഒപ്പം മറ്റു പലതും ചേർത്ത് ഞണ്ണാം എന്നാണ് ഈ തള്ളൽ വിദഗ്ധന്മാരുടെ. പിന്നെ ഈ ത്വരീഖത്തുകാർ പറഞ്ഞ ഒരു കാര്യത്തെ ഇവർ കളിയാക്കി പറയുന്നു. എന്താണ്? നബി ഉണർന്നിരിക്കുമ്പോഴും വരും, സ്വപ്നത്തിൽ മാത്രമല്ല. പലരും സ്വപ്നം കണ്ടതായിട്ടൊക്കെ പറയും. ഈ സ്വപ്നം യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ഇവർ ഉണർവിലും വരുമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ ത്വരീഖത്തിൻ്റെ ആളുകൾ വിശ്വസിക്കുക, അതായത് മുത്തേടം കാസിമി ചെന്നുപെട്ട് നിൽക്കുന്ന ത്വരീഖത്തിൻ്റെ ആളുകൾ വിശ്വസിക്കുന്ന നബി നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉണർവിലും വരും. ബോധമുള്ളപ്പോൾ നേരിട്ട് നബി വരും. നബിക്ക് മലക്ക് വരാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് നബി വന്നുകൂടാ? വലിയൊരു ചോദ്യമാണ് കേട്ടോ. നബിക്ക് ഇല്ലാത്ത മലക്ക് വരാമെങ്കിൽ ത്വരീഖത്തിൻ്റെ നേതാവിന് മരിച്ചുപോയ മുഹമ്മദ് വന്നാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. 2, 3 തന്നെയാണ്. ഒരേ തീമാണ് കേട്ടോ, ഒരേ കറകളഞ്ഞ തീമാണ്. യാതൊരു കറയുമില്ലാത്ത, വ്യത്യസ്തത ഒന്നുമില്ലാത്ത ഒരു തീമാണ് രണ്ടുമെങ്കിൽ ഈ ഇഷ്ടമണ്ണന്മാർ ഇതിനെ കുറ്റം പറയുമ്പോൾ ചിരിക്കാതെ എന്തു പറയാൻ? ഇങ്ങനെ നബി ഉണർവിൽ വന്ന സംഭവം ഈ ത്വരീഖത്തുകാരുടെ ജർമ്മനിയിലുള്ള ഒരാൾക്കുണ്ടായി എന്നാണ് വിസ്ഡം പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ അവർ മാറ്റി അങ്ങോട്ടും അലകും പിടിയൊക്കെ
ചെറുതായിട്ടൊന്നും മാറ്റി വിശ്വസിക്കുന്നു എന്നല്ലാതെ ഈ ഷിയാക്കാർ ഇപ്പം ഈ മുത്തേടം ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ചൊറിച്ചിലുള്ള കാരണം വെച്ചാൽ ഇപ്പം ഹജ്ജിൻ്റെ വേളയാണ്. ഈ ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിന് പോകുന്നത് കൊണ്ട് അല്ല, വേറൊരു പ്രധാനമായ വർത്തമാനം പറഞ്ഞു, ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. മക്കത്തും മദീനത്തും പോകുന്നവർ പടുവിഡ്ഢികൾ എന്നാണ് കാസിമി പറഞ്ഞത്. അതായത് ഇന്ന് പോകുന്ന ഹജ്ജാജിമാരൊക്കെ പടുവിഡ്ഢികൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഏതെങ്കിലും ഹാജി തൻ്റെ യാത്ര മുടക്കിയാൽ അത് മതത്തിന് എന്തോ കുഴപ്പമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയേ. മതത്തിൻ്റെ വാലറ്റ് പോവില്ലേ യോന്മാരവിടെ പോയില്ലെങ്കിൽ? അതുകൊണ്ട് ഹജ്ജിൻ്റെ എതിരാളിയായി പ്രവർത്തിച്ചു മുത്തേടമെന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് നേരെ കൊണ്ട് ഷിയ പക്ഷത്തേക്ക് ആ തൊഴുത്തിൽ കെട്ടി. ആ തൊഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വിശുദ്ധത്തിലെ ഒരെണ്ണൻ, മറ്റൊരെണ്ണൻ, ഒരു മെലിഞ്ഞ അണ്ണനുണ്ട്. ആ അണ്ണം പറഞ്ഞത്, ഷിയ പറയുന്നതായിട്ട് പറഞ്ഞത്, അറഫയിൽ ഹജ്ജ് വേളയിൽ കൂടുന്നവന്മാരൊക്കെ വാപ്പാക്ക് പിറക്കാത്തവന്മാരാണ്, ജാരസന്തതിയാണ്. വിശ്വാസം അള്ളാഹുവിൽ, മുഹമ്മദിൽ നേരിയ ഒരു വ്യത്യാസം. വ്യത്യസ്തൻ പറയുകയാണ്, എടാ നീ ജാരസന്തതിയാണ്, നീ വാപ്പ ഇല്ലാത്തവനാണ്. നമ്മുടെ പിതൃശൂന്യൻ എന്ന വാക്ക് നമ്മൾ കുറേ കാലം ഭയങ്കരമായിട്ട് തർക്കിച്ചത്. നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യമാണിതൊക്കെ. അവർക്കിതൊന്നും യാതൊരു മടിയുമില്ല. കൂടെ നിൽക്കുന്നവൻ്റെ ഉമ്മയെ ഇത്രത്തോളം മോശമായി പറയാൻ സഹാബാക്കൾക്കും സുഹൃത്തുക്കൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരു മടിയുമില്ല. മുസ്ലിങ്ങളൊക്കെ പാവമാണ് കേട്ടോ. ഈ പെറുക്കിത്തിനികൾ, ഈ ഉസ്താദന്മാർ, വിസ്ഡൻകാർ, സമസ്തക്കാർ, സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇവരൊക്കെ ഇങ്ങനെയാണ്. അപ്പം ഹജ്ജിന് ആളുകൾ പോകുമ്പോൾ നിങ്ങൾ ഹജ്ജിനെതിരെ സംസാരിക്കരുത്. സംസാരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ത്വരീക്കത്തിൻ്റെ ആളാക്കും, ഷിയ ആക്കും, നിങ്ങളുടെ അന്നം മുട്ടിക്കും. ഇവർ പറഞ്ഞത് മക്കയിൽ ഹറമിൽ പോയി നിസ്കരിച്ചാൽ 1,00,000 കൂലി കിട്ടുമെന്നാണ്. എന്നിട്ട് ഇവരാണ് പറഞ്ഞത് അവർ 6 ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ 1,00,000 പറയുമെങ്കിൽ അവർ 6 പറയുന്നു. എന്താ തെറ്റ്? രണ്ടും ഒന്നല്ലേ? പിന്നെ ഇദ്ദേഹത്തെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടും മറ്റൊരു അടവ് കൂടെ വിസ്ഡൻകാരെടുക്കുന്നുണ്ട്. എന്താണ്? വിസ്ഡത്തിൻ്റെ മൂത്ത അണ്ണം പറഞ്ഞ കഥയാണ്. ഇദ്ദേഹം മുത്തേടം കാസിമി പഠിച്ചത് ദിയോബന്ദ് സ്കൂളിലാണ്. ഈ ദിയോബന്ദ് സ്കൂളിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത് അത് രൂപീകരിച്ചത് 1288 മുസ്ലിം ഇറ, ഏകദേശം 150 വർഷങ്ങൾക്കകം. അങ്ങനെയുള്ള ഈ ദിയോബന്ദിൽ വാർഷിക കണക്ക് നോക്കാനായിട്ട് നബിയും ഖുലഫാഉർ റാഷിദീങ്ങളും വരുമെന്നാണ്. യുവന്മാർക്കൊക്കെ ഇതെന്ത് കൂട്ടത്തോടെ പറ്റിയതാണ്. ഈ മതവിശ്വാസം എന്നുള്ളത് തലയ്ക്കകത്ത് കയറിയാൽ ഏത് ഭ്രാന്തും വിശ്വസിക്കാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ ബ്രെയിൻ സെറ്റ് അങ്ങനെയാണ്. എന്ത് അബദ്ധജടിലമായ ഛർദിയെയും വാരി വിഴുങ്ങാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ആളുകളാണ് ദിയോബന്ദിക്കാർ പറയുന്നത്. വർഷാവർഷം നബിയും ഖുലഫാഉർ റാഷിദീങ്ങളും അവിടുത്തെ വരവ് ചിലവ് കണക്ക് നോക്കാൻ വരുമെന്നാണ്. അവിടെ പഠിച്ച ആളല്ലേ ഈ കാസിബി, അതുകൊണ്ട് വിശ്വസിക്കണ്ട. അതായത് ഈ കഥയിൽ നിങ്ങൾ വിശ്വസിക്കണ്ട എന്നാണ് ഇയാൾ പറയുന്നത്. ഇത്തരം കഥകളാണ് നിങ്ങളുടെ പക്കത്തിലുമുള്ളത്. നിങ്ങളുടെ വിൽപ്പന ചരക്കും ഈ അഴിഞ്ഞ കഥകൾ തന്നെയാണ് എൻ്റെ അണ്ണ, വിസ്ഡം അണ്ണ. അപ്പം കഥ കേൾക്കുന്നവൻ കഥ പറയും. കഥ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നവൻ കഥ മെനയും. സ്റ്റോറി ടെല്ലിംഗ് അനിമൽ. അതുകൊണ്ട് ഇത്തരം കഥകളൊക്കെ ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാം. അത്തരം കഥകളിൽ അഭിരമിക്കുമ്പോൾ ഈ കഥയുടെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ഞാൻ ആ പേര് പെട്ടെന്ന് മറന്നു, അതുകൊണ്ട് പിന്നീട് പറയാം, സോറി. യുവൽ നോവ ഹരാരി. ഓർമ്മക്കുറവ് ഇപ്പം അല്പം എന്നെ അലട്ടുന്നുണ്ട് കേട്ടോ, സോറി. ഞാൻ ഓർമ്മിച്ചു.
യുവൽ നോവ ഹരാരി പറഞ്ഞ ഒരു കാര്യം, ഇറാൻ അല്ല ഇസ്രയേൽ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ രണ്ട് ജനവിഭാഗങ്ങളും അതാത് പ്രദേശത്ത് ജയിക്കുന്നവരാണ്. ആ പ്രദേശത്ത് അറബി മേഖലയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇവർ തമ്മിൽ അഭിരമിക്കുന്ന കഥകളിലെ കഥകളാണ് ഇവരെ വരിഞ്ഞു മുറുക്കി രണ്ടു തട്ടാക്കാൻ കാരണങ്ങളിൽ പ്രധാനമായ ഒന്ന് എന്നാണ് യുവൽ നോവ ഹരാരി പറഞ്ഞെങ്കിൽ, ഈ കഥ എങ്ങനെയൊക്കെ മെനയപ്പെടും, എങ്ങനെയൊക്കെ ഗുണം ചെയ്യും, എങ്ങനെയൊക്കെ ദോഷം ചെയ്യുമെന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് സ്റ്റോറി ടെല്ലിംഗ് അനിമൽ, കഥ മെനയുമ്പോൾ കഥ പറയുന്ന നീ മെനയപ്പെടുന്ന കഥയെ കുറ്റപ്പറയാൻ ആളല്ല വിസ്ഡം അണ്ണ. പിന്നെ വിസ്ഡത്തിൻ്റെ വേറൊരു അണ്ണൻ പറഞ്ഞത്, സുന്നത്തു വഴിയിൽ നിന്ന് തെറ്റിയാൽ അവൻ ശൈത്താനാണ്. അതായത് നമ്മൾ മുജാഹിദിൻ്റെ, ജമാഅത്തിൻ്റെ, സുന്നിയുടെ, ഷിയായുടെ, അഹമ്മദിയ ഈ എല്ലാ മുസ്ലിങ്ങളെയും നിരത്തി നിർത്തിക്കൊണ്ട് പരസ്പരം ചോദിക്കുക, ഇയാൾ മുസ്ലിമാണോ അല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഇവരാരും ആരെയും സമ്മതിക്കില്ല. അപ്പോൾ മുസ്ലിം ഉണ്ടോ? നമ്മുടെ അഭിപ്രായത്തിലില്ല, അവരുടെ അഭിപ്രായത്തിൽ തന്നെ യഥാർത്ഥ മുസ്ലിം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതാണ് ഈ ശൈത്താന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടു പോയി എന്നാണ്. സുന്നത്ത് വഴിയാണ് മക്കത്തും മദീനത്തും പോവുക, അവിടെ പോയി മരിക്കുക, നിസ്കരിക്കുക, 1 ലക്ഷം കൂലി കിട്ടും. അതിൽ നിന്ന് കാസിബി മാറ്റി പറഞ്ഞാൽ ശൈത്താന്റെ വഴിയാണ്. അപ്പോൾ സമസ്തയും കാസിബിയും ശൈത്താന്മാരാണ്, മതം വിട്ടവന്മാർ, ഇസ്ലാം അല്ല. ഇനി കാസിമിയോട് ചോദിച്ചാലോ, കാസിമി പറയും ജമാഅത്തെ ഇസ്ലാമിയും വിസ്ഡവും ഒക്കെ മുജാഹിദും ഒക്കെ ശൈത്താന്മാരാണ്. പരസ്പരം ശൈത്താന്മാരാക്കുന്ന ഇവന്മാരാണ് സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഉദാത്ത മാതൃകയായ മുഹമ്മദ് നബിയുടെ ആദരവും അങ്ങേയറ്റം പിടിച്ചുകൊണ്ട് ഒരു വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ പിന്തുടർന്ന് തള്ളിക്കൊണ്ടിരിക്കുക. നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിച്ചത്. പിന്നെ അവര് വിസ്ഡൻകാർ പരിതപിക്കുന്ന ഒരു കാര്യം, കാസിമി ഇത് പറയുമ്പോൾ അത് കേൾക്കാനും അതിലുപരി ഇത് സംഘടിപ്പിക്കാനും ആളുകളുണ്ടല്ലോ. നിങ്ങൾ സംഘടിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. ഇതേ കഥകളല്ലേ ചെറു വ്യത്യാസത്തോടു കൂടി. മറ്റേത് കടുക് താളിച്ചത്, ഇത് കടുക് താളിച്ചില്ല, അത്രയേ ഉള്ളൂ. കറി വെച്ചിട്ട് കടുക് താളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. വിശപ്പം അകറ്റാൻ വേണ്ടി ആ കറി മതി എന്നതുപോലെ നിങ്ങൾ കടുക് താളിച്ചു, അവർ കടുക് താളിച്ചില്ല. കറി ഒന്ന് തന്നെ, രുചിയിൽ ചെറിയ വ്യത്യാസം, ചേരുവ ഒന്നാണ്. അങ്ങനെ ആകുമ്പോൾ സംഘടിപ്പിക്കാനും കേൾക്കാനും ആളുകൾ ഉണ്ടാവും. അത് നമ്മൾ പറയുകയാണെങ്കിൽ കടുത്തു പോകും. കാര്യം വിശ്വാസം അങ്ങനെയാണ്. ഏതു അബദ്ധ ജടില വിശ്വാസത്തെയും തലയിലേറ്റി മഹിമയോടുകൂടി പറഞ്ഞും പൊലിപ്പിച്ചും നടക്കാൻ മനുഷ്യൻ്റെ കഴിവ്, ഇത് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ രക്ഷയില്ല എന്നുള്ളതാണ്. ഇഷ്ടത്തിൻ്റെ അണ്ണൻ പറഞ്ഞു നിർത്തുന്നത്, നബി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. അതായത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഒരു 1200 വർഷം മുമ്പത്തെ പടുവിഡ്ഢികളായ കുറെ മൊയ്ലാക്കന്മാർ എഴുതി വെച്ച കിതാബുകൾ, അതൊക്കെ എന്തോ വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്നത് പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജബ്ബാർ മാഷിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, അന്നത്തെ അറബികൾക്ക് അറിയാവുന്നതപ്പുറം ഒരു വരി അറിയാത്ത മുഹമ്മദ് പറയുന്നതൊക്കെ ശരിയെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ നബിയുടെ മാതൃകയിൽ നിന്നും ബാക്കി എല്ലാവരും പിന്മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുന്ന പരമാബദ്ധമെന്നേ, ആ ബദ്ധം തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കാസിമിയെ നിങ്ങൾ തൽക്കാലം വെറുതെ വിടുക. അദ്ദേഹവും പച്ചരി വാങ്ങിച്ച് ജീവിക്കട്ടെ. കാരണം അദ്ദേഹവും വാങ്ങുന്ന പച്ചരി നിങ്ങൾ എന്തു വിറ്റ് ലാഭം കൊയ്യുന്നുവോ അത് വിറ്റ് തന്നെയാണ്. നേരിയ വ്യത്യാസം. അബദ്ധ ജടിലങ്ങളെ നിങ്ങൾ പരസ്പരം കൈമാറി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിൽ നിന്ന് കൂലി വാങ്ങിച്ച് സസുഖമായി വാഴുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തി
ഷെയ്ത്താൻ എന്ന് പറയാതിരിക്കാനുള്ള മാനവികതയെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കുമെങ്കിൽ വിസ്ഡംകാരെ, സുന്നിക്കാരെ, സമസ്തക്കാരെ, മുജാഹിദുകാരെ, ജമാഅത്തുകാരെ അത്രയും നല്ലത്. എന്നിട്ട് പോരെ മറ്റുള്ളവരെ മെക്കിട്ട് കയറാൻ. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.